Hello everyone, welcome back to our channel NCRT Malayalam. NCRT Class 8 English Reader Chapter 1 The Best Christmas Present in the World, which is the final part written by Michael Merpergo. We have already uploaded the part 1. Check the description box for the link. If you are new to this channel, please do like, share and subscribe. Okay, moving to our story. ഈ സ്റ്റോറിയിൽ പറയുന്നത് നമ്മൾ നറേറ്ററിലേക്ക് ഒരു ബോക്സ് കിട്ടുകയാണ്. ആ ബോക്സിൻ്റെ താഴത്തെ ഡ്രോനകത്ത് നിന്ന് ഒരു ലെറ്റർ കിട്ടുകയാണ്, വിച്ച് ഈസ് റിട്ടൺ ബൈ മിസ്റ്റർ ജിൻ മാക്ഫേഴ്സൺ ഹു വാസ് എ സോൾജിയർ. അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സസ് ജിൻ മാക്ഫേഴ്സൺ എഴുതിയ ലെറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അതായത് ഫ്രിറ്റ്സും അതുപോലെ തന്നെ അതായത് ഇംഗ്ലീഷും ബ്രിട്ടനിലെ ആൾക്കാരും അല്ലെങ്കിൽ ബ്രിട്ടനിലെ സോൾജിയേഴ്സും ജർമ്മൻ സോൾജിയേഴ്സും തമ്മിലുള്ളൊരു ഫൈറ്റാണ്, ഒരു നോമാൻസ് ലാൻഡിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രിസ്മസ് ഈവൻ്റെടുത്ത് അന്ന് അവർ സൗഹൃദം സ്ഥാപിച്ചതും അവർ ഫുട്ബോൾ കളിച്ചതും അതുപോലെ തന്നെ അവരവരുടെ സോസേജസും അതുപോലെ ഡ്രിങ്ക്സ് എല്ലാം ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു പീസ്ഫുൾ ഡേനെ പറ്റിയാണ് ആ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുവരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ നറേറ്റർ ഈ ലെറ്റർ വെച്ച് എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ നമ്മളാണ് ഈ ഒരു ക്ലാസ്. I folded the letter again and slipped it carefully back into its envelope. I kept awake all night. By morning I knew what I had to do. I drove into Bridport, just a few miles away. സോ നറേറ്റർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ലെറ്റർ മടക്കി വെച്ചിട്ട് അത് അതിൻ്റെ എൻവലപ്പിൽ തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് അദ്ദേഹം മുഴുവൻ രാത്രി ഉറക്കമൊഴിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം വണ്ടി എടുത്തിട്ട് ബ്രിഡ്പോർട്ടിലേക്ക് പോയി. അത് കുറച്ച് ദൂരം അപ്പുറത്തായിരുന്നു. I asked a boy walking his dog where Copper Beaches was. House number 12 turned out to be nothing but a burned out shell, the roof gaping, the windows boarded up. I knocked at the house next door and asked if anyone knew the whereabouts of Mrs. McPherson. സോ ഇവരെവിടെ പോയെന്ന് വെച്ചാൽ ബ്രിഡ്പോർട്ടിലേക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുട്ടീനോട് അയാളുടെ ഡോഗായിട്ട് നടക്കുന്ന ഒരു കുട്ടീനോട് ചോദിച്ചു എവിടെയാണ് കോപ്പർ ബീച്ചസ്, ഹൗസ് നമ്പർ 12 ഏതാണെന്നൊക്കെ. ഹൗസ് നമ്പർ 12 എത്തിയപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ള് ഡിസ്ട്രോയ് ചെയ്ത ഒരു വീടായിരുന്നു, ഫയർ വെച്ച് ഡിസ്ട്രോയ് ചെയ്ത വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വിൻഡോസ് എല്ലാം പോയി, റൂഫിലെല്ലാം ഫുൾ ഗ്യാപ്പെല്ലാം വന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഹൗസ് നെക്സ്റ്റ് ഡോറിൽ പോയിട്ട് നോക്ക് ചെയ്തു. എന്നിട്ട് ആസ്ക് ചെയ്തു എന്തെങ്കിലും, അതായത് അത്രയും നശിച്ചു പോയ വീട്. അപ്പോൾ അടുത്ത വീട്ടിലുള്ള ആളോട് അവിടുത്തെ ഡോറ് പോയി നോക്ക് ചെയ്തിട്ട് ചോദിച്ചു മിസ്സസ് മക്ഫേഴ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറയാണ്, അപ്പുറത്തെ നൈബറിൻ മറുപടി പറയാണ്, ഓ യെസ് സെഡ് ദ ഓൾഡ് മാൻ ഇൻ ഹിസ് സ്ലിപ്പേഴ്സ്. ഹി ന്യൂ ഹർ വെൽ, a lovely old lady, he told me, a bit muddle-headed, but at her age she was entitled to be, wasn't she? 101 years old, അല്ലേ? അതായത് അവർ ഭയങ്കര ഒരു പാവപ്പെട്ട ഒരു ലവ്ലി ലേഡി ആയിരുന്നു. അപ്പോൾ അവർ മഡിൽ ഹെഡഡ് എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബിഹേവിയർ ആയിരുന്നു ഈ ഒരു ഏജിൽ. കാരണം ആകെ ഇത്രയും ഏജായി ആകെ ഒരു കൺഫ്യൂഷനുള്ള രീതിയിലുള്ള അവസ്ഥയാണ്. അല്ലേ, അങ്ങനെയല്ലേ? അവരൊരു 101 വയസ്സുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞു. ഷീ ഹാഡ് ബീൻ ഇൻ ദ ഹൗസ് വെൻ ഇറ്റ് കോട്ട് ഫയർ. നോ വൺ റിയലി ന്യൂ ഹൗ ഫയർ ഹാഡ് സ്റ്റാർട്ടഡ്, ബട്ട് ഇറ്റ് കുഡ് ബി വെൽ ഹാവ് ബീൻ candles. She used candles rather than electricity because she always thought electricity was too expensive. അപ്പോൾ ഈ ഒരു വീടിന് തീ പിടിക്കുന്ന സമയത്ത് അവർ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് എവിടുന്ന് തീ വന്നതെന്നൊന്നും അറിയില്ല. മൈറ്റ് ബി അത് ക്യാൻഡിൽസിൽ നിന്ന് വന്നതായിരിക്കും. അവർ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ക്യാൻഡിൽസിൻ്റെ ഫയറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഷീ തിങ്ക്സ് ദാറ്റ് ഇലക്ട്രിസിറ്റി വാസ് ടു എക്സ്പെൻസീവ്. അല്ലേ, ഇലക്ട്രിസിറ്റിക്ക് നല്ല പൈസയാണെന്ന്, വൈദ്യുതിക്ക് നല്ല പൈസയാണെന്ന് വിചാരിച്ചു. ദ ഫയർമാൻ ഹാഡ് ഗോട്ട് ഹെർ ഔട്ട് just in time. She was in a nursing home now. He told me, Burlington House on the Dorchester Road on the other side of the town. അപ്പോൾ ഈ ഒരു ഫയർമാൻ അവരെ പുറത്തേക്ക് എടുക്കുമായിരുന്നു ഈ വീടിന് തീ പിടിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അവരൊരു നഴ്സിംഗ് ഹോമിലാണ്, ബർലിംഗ്ടൺ ഹൗസിലാണ് ഉള്ളത്. അത് ഏകദേശം നെക്സ്റ്റ് ടൗണാണ്, ഡർച്ചസ്റ്റർ എന്നുള്ള റോഡിലെ അവൻ്റെ അതർ സൈഡ് ഓഫ് ദ ടൗണിലാണ് അവർ ഇപ്പോൾ താമസിക്കുന്നത്. ഒരു നഴ്സിംഗ് ഹോം അവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. So I found Burlington House nursing home easily enough. There was a paper chains up in the hallway and a lighted Christmas
tree stood in the corner with a lopsided angel on the top. സോ ബർലിങ്ടൺ ഹൗസ് നഴ്സിംഗ് ഹോം എവിടെയാണെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ അവിടെ പേപ്പർ ചെയിൻസ് ഒക്കെ ഫുള്ള് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ മൊത്തം ഇങ്ങനെ ലൈറ്റ് ചെയ്തിട്ട് ഒരു കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ എന്തായിട്ടുണ്ട്, ഒരു ഏഞ്ചലിൻ്റെ ഒരു ഇത് ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് എ ഫ്രണ്ട് കം ടു വിസിറ്റ് മിസ്സസ് മാക്ഫേഴ്സൺ ടു ബ്രിങ് ഹർ എ ക്രിസ്മസ് പ്രസൻറ്റ് അല്ലേ. ഞാൻ പറഞ്ഞു, അതായത് ഞാൻ മിസ്സസ് മാക്ഫേഴ്സൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നതാണ്, ഒരു ക്രിസ്മസ് പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഐ കുഡ് സീ ത്രൂ ഇൻ ടു ദ ഡൈനിങ് റൂം where everyone was wearing a paper hat and singing. എനിക്ക് കാണാൻ പറ്റിയ ഡൈനിങ് റൂമിൽ എല്ലാവരും ഇങ്ങനെ ഒരു പേപ്പർ ഹാറ്റൊക്കെ തലയിൽ തൊപ്പിയിൽ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇറ്റ് വാസ് എ ക്രിസ്മസ് ഈവ് അല്ലേ. ദ മാട്രൺ ഹാഡ് എ ഹാറ്റ് ഓൺ ടു ആൻഡ് സീംഡ് ഹാപ്പി ഇനഫ് ടു സീ മീ. ഷീ ഈവൻ ഓഫേർഡ് മീ എ മിൻസ് പൈ. അപ്പോൾ മാട്രന് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടുത്തെ മാട്രൺ അവിടുത്തെ വാർഡൻ പോലത്തെ ആൾ. എന്നിട്ട് അവർ എനിക്ക് എന്ത് ചെയ്തു, ഒരു മിൻസ് പൈ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നു, ഒരു കഴിക്കുന്നൊരു സാധനം. ഷീ വാക്ക്ഡ് മീ അലോങ് ദി കോറിഡോർ. മിസ്സസ് മാക്ഫേഴ്സൺ ഈസ് നോട്ട് ഇൻ വിത്ത് ദ അതേഴ്സ്. ഷീ ടോൾഡ് മീ she is rather confused today, so we thought it best if she had a good rest. She had no family, no one visit, so I'm sure she will be only too pleased to see you. She took me into the conservatory with wicker chairs and potted plants all around and left me. സോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, അവരൊരു മിൻസ് പൈ കൊടുത്തിട്ട് പറഞ്ഞു, മാക്ഫേഴ്സൺ ഇവിടെ ഇല്ല, കാരണം അവർ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആണല്ലേ, മഡിൽ ഹെഡഡ് ആണെന്ന് നേരത്തെ അവരുടെ നൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ. എന്നാൽ അവർക്ക് അതുകൊണ്ട് വിചാരിച്ചു കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന്. അവർക്ക് ഫാമിലീനെ അറിയുന്ന ആളോ ഇല്ല, ആരും വിസിറ്റ് ചെയ്യാറൊന്നുമില്ല. എനിക്ക് ഉറപ്പാണ് നിങ്ങളെ കണ്ടാൽ അവർ ഭയങ്കര പ്ലീസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അവരൊരു കൺസർവേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ വീൽ ചെയറെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ട് എല്ലാം പോട്ടഡ് പ്ലാന്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് എന്നിട്ട് അവിടെ ഒരു നമുക്ക് പടത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും, ഒരു കൺസർവേറ്ററി പോലുള്ള സ്ഥലം. അവിടെ ഒരു മറ്റേ ഇങ്ങനെ വീൽ ചെയർ പോലെ ചെയേഴ്സ്, പിന്നെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് പടത്തിൽ ഒരു പോട്ടഡ് പ്ലാന്റ് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് മാട്രൺ പോയി. The old lady was sitting in a wheelchair, her hands folded in her lap. She had silver white hair pinned into a wispy bun. She was gazing out into the garden. "Hello," I said. She turned and looked up at me vacantly. "Happy Christmas, Connie," I went on. സോ ഈ ഓൾഡ് ലേഡീനെ കുറിച്ച് അവർ വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവരുടെ കൈയൊക്കെ ഇങ്ങനെ മറ്റേ അവരുടെ കയ്യിൽ മീൻസ് അവരുടെ ലാപ്പിൽ, അത് മടിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള രീതിയിൽ. എന്നിട്ട് അവരുടെ ഹെയർ എന്ന് പറയുന്നത് വൈറ്റ് ഹെയർ ആയിട്ടുണ്ടല്ലേ. അതായത് 101 ഇയേഴ്സ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ വൈറ്റ് ഹെയർ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നിട്ട് ഒരു വിസ്പി ബണ്ണ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത്ര നല്ല ഭംഗിയില്ലാത്തൊരു ബണ്ണ്. എന്നിട്ട് അവർ പുറത്ത് ഗാർഡനിലേക്ക് ഗെയ്സ് ചെയ്യായിരുന്നു, കുറച്ച് പുറത്തുള്ള ഗാർഡനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. "ഹലോ," ഐ സെഡ്. ഷീ ടേൺഡ് ആൻഡ് ലുക്ക് അപ്പ് അറ്റ് മീ വേക്കൻലി. "ഹാപ്പി ക്രിസ്മസ്, കോന്നി" എന്ന് പറഞ്ഞു. ഐ വെൻറ്റ് ഓൺ. ഐ ഫൗണ്ട് ദിസ്, ഐ തിങ്ക് ഇറ്റ്സ് യുവേഴ്സ് അല്ലേ. അതായത് കോന്നി ഹാപ്പി ക്രിസ്മസ് എന്ന് നമ്മുടെ നറേറ്റർ പറഞ്ഞു. എനിക്കിത് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെയാണെന്ന് തോന്നുന്നു. ആൻഡ് ഐ വാസ് സ്പീക്കിംഗ്, ഹെർ ഐസ് നെവർ ലെഫ്റ്റ് മൈ ഫേസ്. ഐ ഓപ്പൺഡ് ദി ടിൻ ബോക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ഹെർ. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇയാളെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ആ ടിൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് കൊടുത്തു. ദാറ്റ് വാസ് ദ മൊമെൻറ്റ് ഹെർ ഐസ് ലിറ്റ് അപ്പ് വിത്ത് ദ റെക്കഗ്നേഷൻ ആൻഡ് ഹെർ ഫേസ് ബിക്കെയിം സഫ്യൂസ്ഡ് വിത്ത് എ സഡൻ ഗ്ലോ ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കണ്ണെല്ലാം ഇങ്ങനെ മറ്റേ തിളങ്ങി, അതുപോലെ തന്നെ അവരുടെ മുഖമെല്ലാം നല്ല ഭയങ്കര സന്തോഷമുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഐ എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദ ഡെസ്ക് ബട്ട് ഹൗ ഐ ഹാഡ് ഫൗണ്ട് ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷി വാസ് ലിസ്ണിങ്. അപ്പോൾ നമ്മുടെ നെറേറ്റർ ഇങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ബോക്സ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞു. ഫോർ എ വൈൽ she said nothing but stroked the letter tenderly with her fingertips അല്ലേ. അതായത് കുറച്ച് നേരത്തേക്ക് അവരൊന്നും പറഞ്ഞില്ല, പക്ഷേ അവരുടെ ആ ലെറ്റർ എന്ത് ചെയ്തു, അവരുടെ ഫിംഗറിലേക്ക് ചേർത്ത് പിടിച്ചു. Suddenly she reached out and took my hand. Her eyes were filled with tears. "You told me you had come home by Christmas, dearest," she said, "and here you are, the best Christmas present in the world. Come closer, Jim dear, sit down." അപ്പോൾ സഡൻലി
പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തു, അവർ നമ്മുടെ നറേറ്ററിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ കണ്ണിൽ മൊത്തം കണ്ണീരാണല്ലേ, ഭയങ്കര സന്തോഷ കണ്ണീരാന്ന് പറയും. എന്നിട്ട് നറേറ്ററിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ ക്രിസ്മസിന് വരുന്ന, ഓ ഇതാണല്ലേ എൻ്റെ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് ഇൻ ദ വേൾഡ്, അടുത്തേക്ക് വരൂ ജിം, എൻ്റെ അടുത്തിരിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഐ സാറ്റ് ഡൗൺ ബിസൈഡ് ഹെർ ആൻഡ് ഷീ കിസ്ഡ് മൈ ചീക്ക്. ഐ റീഡ് യുവർ ലെറ്റർ സോ ഓഫൻ ജിം, എവറി ഡേ ഐ വാണ്ടഡ് ടു ഹിയർ യുവർ വോയിസ് ഇൻ മൈ ഹെഡ്. അല്ലേ, ഇത് അവരുടെ അടുത്തിൽ നമ്മുടെ നറേറ്റർ ഇരുന്നിട്ട് പറഞ്ഞു. എന്നിട്ട് അവരുടെ അദ്ദേഹം അതിൻ്റെ ചീക്കിലേക്ക് അവർ ഒരു കിസ് കൊടുത്തു. എന്നിട്ട് ഈ ലെറ്റർ ജിമ്മിന് കൊടുത്തിട്ട് വായിച്ചു. എല്ലാ ദിവസവും ഞാൻ ഈ ലെറ്ററെല്ലാം വായിക്കും. ഐ വോണ്ടഡ് ടു ഹിയർ യുവർ വോയിസ് ഇൻ മൈ ഹെഡ്. എനിക്ക് നിങ്ങളുടെ സൗണ്ടാണ് കേൾക്കാൻ ആഗ്രഹം. ഇറ്റ് ഓൾവേസ് മേഡ് മീ ഫീൽ യു ആർ ഹിയർ വിത്ത് മീ ആൻഡ് നൗ യു ആർ ഹിയർ. അല്ലേ, ഞാൻ എപ്പോഴും നിൻ്റെ ലെറ്ററെല്ലാം വായിക്കാറുണ്ട്. എനിക്ക് നിൻ്റെ സൗണ്ട് മാത്രം കേട്ടാൽ മതിയായിരുന്നു. എപ്പോഴും ഞാനത് ആശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെൻ്റെ അടുത്തിരിക്കുന്നു. നൗ യു ആർ ബാക്ക് വിത്ത് എ റെഡ്, ക്യാൻ യു റെഡ് ഇറ്റ് ടു മീ യുവർ സെൽഫ്. അല്ലേ, ഇപ്പം നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ലെറ്റർ എനിക്ക് വായിച്ചു തരുമോ? വുഡ് യു ഡു ദാറ്റ് ഫോർ മീ ജിം ഡിയർ? ഐ ജസ്റ്റ് വോണ്ട് ടു ഹിയർ യുവർ വോയിസ് അഗെയിൻ. ഐ ഹാഡ് ലവ് ദാറ്റ് സോ മച്ച് ആൻഡ് ദെൻ പെർഹാപ്സ് വി വിൽ ഹാവ് സം ടീ. ഐ ഹാവ് മെയ്ഡ് യു എ നൈസ് ക്രിസ്മസ് കേക്ക്, മാർസിപ്പിയൻ ഓൾ അറൗണ്ട്. ഐ നോ ഹൗ മച്ച് യു ലവ് മാർസിപ്പാൻ. അപ്പോൾ പറഞ്ഞു, നമുക്കൊരുമിച്ച്, എനിക്ക് നിൻ്റെ സൗണ്ട് കേട്ടാൽ മതി, നീ എനിക്ക് ലെറ്റർ വായിച്ചതാ. അപ്പോൾ ഈ സമയത്ത് ഞാൻ നിനക്ക് ചായ എടുക്കാം. നിനക്ക് ഒരു ബെസ്റ്റ് ക്രിസ്മസ് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മാർസിപ്പാനാണ്. അപ്പോൾ മാർസിപ്പാൻ നിനക്ക് എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിനക്ക് ഓർമ്മ ഉണ്ടോ, നമ്മുടെ സോസേജസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്സ്റ്റ് ക്യാപ്റ്റന് ഇദ്ദേഹം എന്ത് കൊടുത്തു അല്ലേ, നമ്മുടെ ജിം മക്ഫേഴ്സൺ മാർസിപ്പാൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ കേക്ക് മെയ്ഡ് ബൈ his wife, that is Mrs. Jim McPherson. So that's all about the story. In the end നമുക്ക് മനസ്സിലാവും Mrs. Jim McPherson might be having Alzheimer's ഉണ്ടാവാനാണ് സാധ്യത, because she was a muddle headed or little bit confused ആയിരുന്നു. So that's all about the chapter. At last when narrator came, she confused her with മിസ്റ്റർ മക്ഫേഴ്സൺ. അല്ലേ, മക്ഫേഴ്സണാണ് വിചാരിച്ചിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് വാസ് എ ഗുഡ് പ്ലീസിങ് സ്റ്റോറി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. This was a nice story. Hopefully you enjoyed our story. If you like this video, please do like it. Okay, stay home, stay safe. Thank you all.